ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാലയിലാണെങ്കിൽ സിംഗിൾ ത്രെഡ് ആംഗ്ലെറ്റ് കണ്ടിട്ടുണ്ട്, ബ്ലാക്കിന്റെ. അപ്പം ആ ഒരു ആംഗ്ലെറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളത് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഞാനൊക്കെ ആദ്യം ആംഗ്ലെറ്റ്സ് കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റബിൾ ആംഗ്ലെറ്റ് ഉണ്ടാക്കാറുണ്ട്. അന്ന് എനിക്കത് അറിയത്തില്ല, പക്ഷെ ഇപ്പം ഞാനിത് പഠിച്ചു. അപ്പം ആ ഒരു വിദ്യയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഞാനിപ്പം അത് കുറേ നോട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ കുറേ ടൈപ്പ് നമുക്ക് ചെയ്യാം. അതിൽ ഒരു ടൈപ്പാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ബ്രേസ്ലെറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ വലിക്കുന്നത്. അപ്പം അതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കാണുക. ഇതെന്തോ മൊത്തം ഇങ്ങനെ ഭിത്തിയിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്, മൊത്തം ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നതൊക്കെ എൻ്റെ റൂമാണ്. അപ്പം എനിക്ക് ഈ മുറിയിലെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം എനിക്ക് ഭിത്തിയിലൊക്കെ വരയ്ക്കുന്ന പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, കൊച്ചു പിള്ളേരെ പോലെ. അപ്പം ഭിത്തിയിലൊക്കെ പണ്ടേ ഒരുപാട് വരയ്ക്കുമായിരുന്നു. അത് നമ്മൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി പിന്നെ നമ്മൾ ഞാൻ ഒരു പരിപാടിയൊക്കെ നിർത്തി. പിന്നെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വരയ്ക്കാനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ താമസിക്കുന്നില്ല, വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വേണ്ട മെയിൻ ഒരു ഐറ്റം എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു നൈലോണിൻ്റെ ബ്ലാക്കിൻ്റെ ത്രെഡാണ്. അപ്പോൾ നൈലോൺ ത്രെഡാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് ഞാൻ വേറെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ജസ്റ്റ് ഇതുപോലെ എന്തോ ഒരു അഡ്ജസ്റ്റബിൾ ആംഗ്ലെറ്റ് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു നോട്ടിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ചാംസ് ഇടുക, ബീഡിടുക, പിന്നെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്ത് പോവാം. ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് വേണമെങ്കിൽ നമുക്ക് നടുക്ക് മാത്രമായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ലോക്കറ്റ് മാത്രമായിട്ട് വെക്കാം, ഒരു ബീഡ് മാത്രമായിട്ട് വെക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് റോ മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ത്രെഡ് ആംഗ്ലെറ്റിനാണെങ്കിൽ ഭയങ്കര എൻക്വയറീസ് ആട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഈ ഒരു സംരംഭം ഹെവൻലി ഹാൻഡ്മെയ്ഡ് എന്ന് പറഞ്ഞൊരു സംരംഭം ജ്വല്ലറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു ത്രെഡ് ആംഗ്ലെറ്റിൽ നിന്നാണ്. അപ്പോൾ അന്ന് ഞാൻ ആദ്യം ഇറക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടുള്ളൊരു ആംഗ്ലെറ്റ് ആയിരുന്നു. അത് സാധാരണ നമ്മൾ കൊളുത്തൊക്കെ ഇട്ടിട്ടുള്ളൊരു ആംഗ്ലെറ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഈ ഒരു അഡ്ജസ്റ്റബിൾ ആംഗ്ലെറ്റിൻ്റെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വന്നിരുന്നു. പക്ഷെ അന്ന് എനിക്കത് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കുറേ ബീഡ്സ് ഇങ്ങനെ ഒരു 4-5 ബീഡ്സ് ഞാനിങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട മെയിൻ ഒരു സംഭവം നമ്മളിനി കെട്ടിടാൻ വേണ്ടി പോവുകയാണ്. മീൻസ് അതിങ്ങനെ അഡ്ജസ്റ്റബിൾ പോലെ നമ്മളിങ്ങനെ കെട്ടിടാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ്, അവിടെയാണ് നമ്മുടെ ആ ഒരു ട്രിക്ക് ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ബീഡ്സ് കുറച്ചുകൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ കാലയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കണമല്ലോ അതിങ്ങനെ. അപ്പം ബീഡ്സ് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. 1 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 2 ആഡ് ചെയ്യാം, 3, 4, 5 അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ ഇതുപോലെ ഇങ്ങനെ രണ്ട് ഇതുപോലെ ക്രോസ് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടാണെങ്കിൽ നമ്മൾ വേറൊരു ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ക്രോസ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കൂടെ വേറൊരു ത്രെഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുറുക്കി ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ആദ്യം നമുക്ക് ചിലപ്പോൾ ഇത് ശരിയാകണമെന്നില്ല. നമ്മൾ കുറേ തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കറക്റ്റ് ആവും ഇത്. അപ്പം ഞാൻ അതുപോലെ കുറേ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം നമുക്ക് കെട്ടിടാൻ പറ്റുന്നുവോ അത്രത്തോളം നമ്മൾ കെട്ടിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ആ ഒരു അറ്റവശം ഉണ്ടല്ലോ, ആ അറ്റവശമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് 2 അറ്റവശങ്ങൾ കാണുമായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ അറ്റവശമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെഴുകുതിരി വെച്ചൊന്ന് ഉരുക്കിയിട്ട് അത് നമ്മൾ അതിനകത്തോട്ട് വെച്ചങ്ങ് ഒട്ടിച്ചങ്ങ് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആ ഒരു ത്രെഡിൻ്റെ ആംഗ്ലെറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സെറ്റാകും. അപ്പോൾ നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ടും നോക്കുക. അതിങ്ങനെ കെട്ടിടുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും തോന്നരുത്. കാരണം കുറേ വള്ളികൾ ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് വേണം അത് കെട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ആ ഒരു ആംഗ്ലെറ്റ് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ അത്
അത്യാവശ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരുക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആംഗ്ലെറ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സൈഡിൽ ആ വള്ളി പോലെ ഇരിക്കുന്ന അവിടെ ആണെങ്കിൽ ആ ഒരു ഹാങ്ങിങ്ങിൻ്റെ അവിടെ ആണെങ്കിൽ നമുക്ക് 2 ഫ്ലവർ കൂടെ വെച്ച് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഫ്ലവർ അതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി കയറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത്രയും നീളം വേണ്ട കേട്ടോ. കാരണം അത്രയും നീളം നമുക്ക് വേണ്ട. അതൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ത്രെഡ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന പോലെ അങ്ങനെ വേണേലും ചെയ്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പം ഇതുപോലത്തെ നമ്മൾ മുത്തുകൾ ഏതായാലും കുഴപ്പമില്ല. ഇൻ കേസ് ബ്ലാക്ക് ബീഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിലും ഏത് മുത്താണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഓക്സിഡൈസ്ഡിൻ്റെ സിൽവർ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു വെറൈറ്റി ലുക്ക് വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഓക്സിഡൈസ്ഡ് സിൽവറിൻ്റെ ബീഡ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് അതൊന്ന് ലോക്കാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പോർഷൻ ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷൻ നമ്മൾ ഉരുക്കി അതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ അതുപോലെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സെറ്റായില്ലെങ്കിലും പിന്നീട് രണ്ടാമത് ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും സെറ്റാകും. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാട്ടോ ഇത്. ഇപ്പം ഞാൻ ആദ്യം ആംഗ്ലെറ്റ്സ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒത്തിരി എൻക്വയറീസ് ഈ ഒരു അഡ്ജസ്റ്റബിൾ ആംഗ്ലെറ്റിന് വന്നായിരുന്നു. അപ്പോൾ അന്ന് എനിക്കതൊന്നും ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളത് പഠിച്ചു. അപ്പം നമ്മുടെ ആംഗ്ലെറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടൈപ്പ് ആംഗ്ലെറ്റ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വെബ്സൈറ്റൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സിംഗിൾ ത്രെഡ് ആംഗ്ലെറ്റിനാണെങ്കിലും ഭയങ്കര ഡിമാൻഡ് ഉള്ളൊരു കാര്യമാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്താണെങ്കിലും ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും എനിക്കൊരു ഓർഡർ വന്നായിരുന്നു. ഒരെണ്ണം സെയിലും ആയപ്പം. അപ്പം ആ ഒരു ആംഗ്ലെറ്റ് ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണ്. മിക്കവാറും എല്ലാവരുടെ കാലിലും കിടക്കാൻ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണെന്നുള്ളത് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആവുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു. ബൈ.